ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ ഒന്നൊന്നായിട്ട് നോക്കും കേട്ടോ. എന്തൊക്കെയാണ് അഗ്രി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോഗ്രാംസ് എന്നുള്ളതായിരിക്കും ആദ്യത്തെ ചോദ്യം. അപ്പൊ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് പഠിക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ അതിനെ പഠിക്കാം കേട്ടോ. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ട് എഫേർട്ടുകൾ വന്നിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊന്നും അല്ലാണ്ട് മറ്റു രീതിയിലും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. സ്പൊറാഡിക് അപ്രോച്ച്, ഫിലാന്ത്രോപ്പിക് അപ്രോച്ച്, അതേപോലെ തന്നെ ഉള്ള ഓരോ ഓതേഴ്സും ഓരോ രീതിയിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നമുക്ക് കുറച്ച് പ്രാധാന്യമുള്ള കുറച്ച് പ്രോഗ്രാംസുകൾ ഈ മൂന്ന് പെർവിന്റെ അണ്ടറിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ ലീവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജസ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വില്ലേജിന്റെ ഡെവലപ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റില് കുറച്ച് പ്രോഗ്രാംസുകൾ ഉണ്ട്. 1952 മുതൽ 2006 വരെയുള്ള പ്രോഗ്രാംസുകളാണ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ടെക്നോളജീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ബുക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളുണ്ട്. അപ്പൊ അത് ഞാനൊരു ടേബിൾ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ചില പ്രോഗ്രാംസിനൊക്കെ ആക്രോണിം കൊടുത്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ തന്നെ വന്ന വർഷങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം വരാറുണ്ട്. ഈ പ്രീയും പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പ്രോഗ്രാംസുകൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രീ ഇൻഡിപെൻഡൻസിലൊക്കെ ചുക്കാൻ പിടിക്കാനായിട്ട് ഒരാളുണ്ട്. ഒരു ഫിലാന്ത്രോപ്പിക് എന്ന് നമ്മൾ അതിനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. ഒരു വ്യക്തി അതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എല്ലാ എഫേർട്ടും ഗവൺമെന്റ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേരുകളില്ല, അങ്ങനെ ആരാണ് ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തെന്നുള്ള പേര് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ ഇതുപോലെ ആക്രോണിംസ് തന്നിട്ട് അതിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പം വളരെ സാമ്യമുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഓപ്ഷൻ തരുന്നത്. ഇന്റൻസീവ് എന്നുള്ളടത്ത് മാറ്റിയിട്ട് ഇന്ത്യൻ എന്ന് കൊടുക്കും. ഡിസ്ട്രിക്ട് എന്നുള്ളടത്ത് മാറ്റി ഡെവലപ്മെന്റ് കൊടുക്കും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനുള്ള ഒരു സാധ്യത വരും. ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ആണ് IADP, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം ആണ് IAP. അങ്ങനെയുള്ളത് ഒരു 3-4 തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി വരും. അപ്പൊ അതൊന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ള ഒരു റിവിഷൻ ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ഓരോ പ്രോഗ്രാംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ 1947 ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ തുടങ്ങുന്നത്. ഇൻഡിപെൻഡൻസ് കിട്ടി കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ പ്രൊഡക്ഷൻ സിനാരിയോ വളരെ പിന്നോട്ട് നിൽക്കുകയായിരുന്നു. അതായത് നമ്മൾ കൂടുതലും ഇമ്പോർട്ട്സുകൾ, പുറമേ നിന്നുള്ള ഫുഡ് ഗ്രെയിൻസിന്, ഇമ്പോർട്ട്സിനെ ധാരാളം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ ഇമ്പോർട്ട്സിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള മണി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തേക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് മൊത്തം കുറേശ്ശെ ഡ്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അപ്പം ഗവൺമെന്റ് എന്തൊരു സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിലും ഈ ഇമ്പോർട്ട്സ് കുറയ്ക്കാനായിട്ടും നമ്മുടെ സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ടും ആ ഒരു രീതിയിലാണ് എഫേർട്ടുകൾ കൂടുതലും എടുക്കുന്നത്. അപ്പൊ അതേ ഉദ്ദേശത്തോടെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ വന്നത്. ക്യാമ്പയിൻ 1947 സ്റ്റാർട്ട് ചെയ്തു. 5 വർഷത്തേക്ക് 1952 വരെയായിരുന്നു ഒരു ക്യാമ്പയിൻ. ഇന്ത്യൻസ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സെൽഫ് സഫിഷ്യൻസി എന്നുള്ളതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് കേട്ടോ. സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി. അങ്ങനെ ക്യാമ്പയിൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇതിനകത്തൊക്കെ അസോസിയേറ്റഡ് ആണ്. ഒരു തക്കൂർദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. VT കൃഷ്ണമാചാരി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആക്ച്വലി തക്കൂർദാസ് എന്ന് പറയുന്ന വ്യക്തി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. 1947 നമുക്ക് ഈ ക്യാമ്പയിൻ വന്നു. 1948 ആകുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു റിവ്യൂ നടന്നു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെച്ചു. പിന്നീട് ഗ്രോ മോർ ഫുഡ് എൻക്വയറി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവര് 1952 VT കൃഷ്ണമാചാരി എന്ന് പറയുന്ന പേഴ്സന്റെ അണ്ടറിലായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ വന്ന സ്റ്റേറ്റ്മെന്റിൽ ഇതൊക്കെയാണ്: നമ്മുടെ സിസ്റ്റം പ്രോപ്പർ ആയിട്ടല്ല ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷന്റെ പ്രോബ്ലം, നിയർ എലിമിനേഷൻ ഓഫ് ഫുഡ് ഇമ്പോർട്ട്സ്. അന്നത്തെ പോളിസി മേക്കേഴ്സ്
അല്ലെങ്കിൽ പോളിസി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അന്നത്തെ ലീഡേഴ്സ് ആക്ച്വലി ചിന്തിച്ചത് ഇമ്പോർട്ട്സ് കുറയ്ക്കുക എന്നുള്ളത്. ഇമ്പോർട്ട്സ് കുറയ്ക്കുക എന്നുള്ളത് ഓക്കെ, അതിനേക്കാൾ ഉപരി വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ ഫുഡ് പ്രൊഡക്ഷൻ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡെവലപ്മെന്റ് ബ്ലോക്കുകൾ കൊണ്ടുവരാം. നമ്മുടെ നാട്ടില് ഡെവലപ്മെന്റ് ബ്ലോക്കുകൾ കൊണ്ടുവരാം. 100-200 വില്ലേജസ് ഒക്കെ ഈ ഡെവലപ്മെന്റ് ബ്ലോക്കിന്റെ അണ്ടറിൽ പിടിച്ചിടാം. എന്നിട്ട് നമുക്ക് ഓൾറെഡി റവന്യൂ ഓഫീസേഴ്സ് ഉണ്ട്, അവരെ എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് എന്ന പേരിൽ അവരെ അപ്പോയിന്റ് ചെയ്യാം. അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് റവന്യൂ ഓഫീസേഴ്സിന് വേറെ വകുപ്പായിരിക്കുമല്ലോ അറിയുന്നത്. അപ്പം എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ് ആയിട്ട് അവർ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്ക് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് അഗ്രി ആനിമൽ ഹസ്ബൻഡറി പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരെ അവരെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നിയമിക്കുന്നു. ഇതായിരുന്നു കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ്. അങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഒരു വില്ലേജ് ലെവൽ വർക്കർ, 5-10 വില്ലേജിന് കൂടിയിട്ട് ഒരു വില്ലേജ് ലെവൽ വർക്കർ എന്നുള്ള രൂപത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാം എന്നുള്ള ഒരു സജഷൻ ആയിരുന്നു ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നത്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചെറിയ ചെറിയ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. പ്ലാനിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. 1951 പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഉള്ള ഒരു തുടക്കം കുറിക്കാനായിട്ടും തക്കൂർദാസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ പ്ലാനിങ്ങിന് ഒരുപാടധികം മുന്നോട്ടേക്ക് കുറെ ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാനിംഗ് കമ്മീഷൻ ഒക്കെ ജനിക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രൂമർ ഫുഡ് ക്യാമ്പയിൻ 1947 1947 ഈ ക്യാമ്പയിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇമ്പോർട്ട്സ് കുറയ്ക്കുക, സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്യുക, നമ്മുടെ നാട് കുറച്ചും കൂടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക, സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷെ 5 വർഷം പിന്നിട്ടപ്പോൾ ഒരു റിപ്പോർട്ടിൽ തെളിഞ്ഞു നമ്മുടെ സിസ്റ്റം പ്രോപ്പർ ആയിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. അവർ മുന്നോട്ടേക്ക് വെച്ച സ്ട്രാറ്റജിയാണ് നമുക്ക് ബ്ലോക്കുകൾ തെരഞ്ഞെടുക്കാം, ആ ബ്ലോക്കിന്റെ അണ്ടറിലായിട്ട് വില്ലേജസിനെ കൊണ്ടുവരാം. അതേപോലെ 10 വില്ലേജ് ഒരു വില്ലേജ് ലെവൽ വർക്കറിന് കൊടുക്കുക, അയാൾ അത് നന്നാക്കി എടുക്കുക, മാക്സിമം അയാൾക്ക് പറ്റുന്ന രീതിയിൽ ഔട്ട്പുട്ട് കാഴ്ചവെക്കാനുള്ള ശ്രമം എടുക്കുക. ഇനി കീ വില്ലേജ് സ്കീം 1952 അതേ വർഷം തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയ അതേ വർഷം തന്നെ ആദ്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് നടന്നു. ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് കാറ്റിൽ ആൻഡ് ബഫലോസ്. അപ്പം ഡയറി സെക്ടറിൽ ആദ്യമായിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നത് കീ വില്ലേജ് സ്കീമാണ് 1952. നമ്മുടെ കാറ്റിൽ ബഫലോസിന്റെ ഒക്കെ ക്വാളിറ്റി, അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് ആദ്യത്തെ ഒരു എഫേർട്ട് ആണെന്ന് മാത്രം ഓർത്തു വെക്കുക. കീ വില്ലേജ് സ്കീം 1952 വന്നത്. ഇനി നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് IEDP, IAAP, HYVP എന്നൊക്കെ പറയുന്ന പ്രോഗ്രാംസുകളാണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റിൽ ഒരുപാടധികം സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ചില പ്രോഗ്രാംസുകൾ. IEDP ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം വന്നത് 1960 ഇതിനെ പാക്കേജ് പ്രോഗ്രാം എന്നും വിളിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോ നല്ല വെറൈറ്റി നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അല്ലെ. ഒന്നില്ലെങ്കിൽ നല്ല ഉൽപാദനക്ഷമതയുള്ള വിത്തുകൾ ഫോളോ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേഷൻ പ്രാക്ടീസിൽ എന്തെങ്കിലും മാറ്റം വരണം. ഇനി ശരി ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോലും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അപ്പൊ IEDP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത്, ഫെർട്ടിലൈസർ, ഇംപ്ലിമെന്റ്സ് മാത്രമല്ല അതിലൊന്നിച്ചാണ് ക്രെഡിറ്റിനെ പറ്റിയും വായ്പ നൽകുന്നതിനെ പറ്റിയും അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് തരുന്നതിനെ കുറിച്ചും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർഷകർ നമ്മുടെ കൂടെ നിൽക്കില്ലേ, അതായിരുന്നു അന്നത്തെ ലീഡേഴ്സിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെയാണ് IADP പാക്കേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് ക്രെഡിറ്റ് സംവിധാനം പറ്റി സജസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും IADP പ്രോഗ്രാം ആണ്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരണം. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെ സംഭവിക്കുകയാണ്, നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ. ഇവരുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ ടെക്നോളജീസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഫീസിബിൾ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ 7 ഡിസ്ട്രിക്റ്റിൽ മാത്രമായി തുടങ്ങി പിന്നീട് ഒരുപാട് സ്റ്റേറ്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. ഇതായിരുന്നു IEDP ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം 1964 വന്നൊരു പ്രോഗ്രാമാണ് ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ചെറിയ ചെറിയ ഷോർട്ട് കമ്മിങ്സ് ഒക്കെ എല്ലാ പ്രോഗ്രാംസിനും വരും അല്ലെ. അപ്പൊ IADP പ്രോഗ്രാമിന് ഇതേപോലെ ചെറിയൊരു ഷോർട്ട് കമ്മിങ് വന്നത്
എന്തായിരിക്കും ഫണ്ടിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ പ്രോപ്പർ മാനേജ്മെന്റ് പ്രശ്നം തന്നെ ഇവിടെ ഉദിച്ചു. അപ്പൊ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുങ്ങിയ രീതിയിൽ കുറെ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ലീസ്റ്റ് കോസ്റ്റില് റെഡ്യൂസ്ഡ് സ്റ്റാഫോടെ പ്രവർത്തിക്കുക. IADP അത്ര ഇന്റൻസീവ് ആയിരുന്നില്ല, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറെ അധികം ഏരിയയിലേക്ക് കവർ ചെയ്യാൻ പറ്റി. അപ്പൊ 7 ഡിസ്ട്രിക്റ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്ത് IADP ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 1964 ഒക്കെ ആകുമ്പോഴേക്ക് ഫണ്ട് ഷോർട്ടേജ് വന്നു, സ്റ്റാഫിനെ നമുക്ക് അധികം റിക്രൂട്ട് ചെയ്യാനില്ല. അപ്പൊ ചെറിയ ചുരുങ്ങിയ കോസ്റ്റിൽ 10 ആള് ചെയ്യേണ്ട ജോലി ചിലപ്പോൾ ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയായിരിക്കും. 150 ഡിസ്ട്രിക്റ്റിലേക്ക് അത് വ്യാപിച്ചു. ഇതായിരുന്നു IAP നമുക്കുള്ള ടേക്ക് അവേ പോയിന്റ് കേട്ടോ, ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം. അടുത്തത് ഇന്റൻസീവ് കാറ്റൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ICDP. 1964 അതേ വർഷം തന്നെ വന്നതാണ്. കീ വില്ലേജ് സ്കീം എന്ന് പറഞ്ഞാൽ 1952 ചെറിയൊരു അനക്കം വന്നു, പിന്നെ ഡയറി സെക്ടറിൽ യാതൊരു അനക്കവും ഇല്ല. അങ്ങനെ 1964 ICDP എന്ന് പറയുന്ന പ്രോഗ്രാം വന്നു. ബ്രേക്ക് ത്രൂ മിൽക്ക് പ്രൊഡക്ഷനിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു എഫക്ട് വരുത്തണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. പാക്കേജ് ഓഫ് ഇംപ്രൂവ് പ്രാക്ടീസ്, നമുക്കിപ്പോ POP ഇല്ലേ, അതേപോലെ തന്നെ എങ്ങനെയും മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ഒരു പാക്കേജ് ഓഫ് പ്രാക്ടീസുമായിട്ടാണ് ICDP പ്രോഗ്രാം മുന്നോട്ടേക്ക് വന്നത്. അതായത് നമ്മുടെ കാറ്റൽ ബ്രീഡിങ്ങിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പോ ഇൻഡിജീനിയസ് ബ്രീഡുകളാണ് നമ്മുടെ അടുത്തുള്ളത്, അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഒരു പരിമിതി ഉണ്ട്. അപ്പോ HF ജേഴ്സിയോ മറ്റുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ബ്രീഡിങ്ങുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സ്ക്രബ് ബുൾസ്, ഇപ്പം കുട്ടന്മാര് എന്നൊക്കെ പറയാലോ, ഇത്, അപ്പൊ അതിനെയൊക്കെ കാസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ രീതിയിലുള്ള റീപ്രൊഡക്ഷൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്കുകളൊക്കെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാം. വെറ്റിനറി എയ്ഡ് ആൻഡ് ഡിസീസ് കൺട്രോൾ, ഇപ്പം നമുക്ക് അസുഖങ്ങൾ വരുന്ന പോലെ ഇവർക്കും അസുഖങ്ങൾ വരും, അവരുടെ പ്രൊഡക്ഷനും കുറയും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മിനറൽ മിക്സ്ചേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സപ്ലിമെന്റ് പോലെയാണ്. ഒരു ദിവസം ഒരു 10 ഗ്രാം വെച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ ബോഡിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, അതേപോലെ തന്നെ പാൽ ഉൽപാദനം കൂടും. അപ്പോൾ റെഗുലർ ആയിട്ട് ആനിമൽ ഹെൽത്ത് ക്യാമ്പുകളും ഇതുപോലെയുള്ള അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ, മാസ്റ്റൈറ്റിസ്, ലംബി സ്കിന്ന് ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടാം. പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. മിൽക്ക് ബ്രീഡിങ് അതുപോലുള്ള കാര്യങ്ങളുടെ ഒക്കെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള മിൽക്ക് കാറ്റിൽസിനെ നമ്മൾ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ കൂടുതൽ ക്ഷീര കർഷകരെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡീസുകൾ അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻസെന്റീവ്സുകൾ, പശു അതുപോലെയുള്ള ബ്രീഡ്സിനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർക്കൊരു ഇൻസെന്റീവ് ഒക്കെ കൊടുക്കുക, കൂടുതൽ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക. അപ്പൊ അവരെ കൂടുതൽ ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫീഡ് ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കൂടുതലും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഫോഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നല്ല നല്ല സ്ലിപ്സും അതേപോലെ തന്നെ വിത്തുകളൊക്കെ കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ മൾട്ടി കട്ട് ഫോഡേഴ്സ് ഒക്കെ ഉണ്ട്, മൾട്ടി കട്ട്, സിംഗിൾ കട്ട് പോലെയുള്ള ഫോഡേഴ്സുകളൊക്കെ ഉണ്ട്. പ്രൊഡക്ഷൻ തന്നെ കൂടുതലുള്ള ടൈപ്പ് ഫോഡേഴ്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിനൊക്കെ എൻകറേജ് ചെയ്യുക. ഫോഡർ സീഡ്സുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ചില ആൾക്കാരുടെ അടുത്ത് മാത്രമല്ല എല്ലാ കർഷകരിലേക്കും എത്തിക്കുന്ന രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ലീൻ സീസൺ, ഡ്രൈ പീരീഡുകൾ വരും. ഡ്രൗട്ട് സീസൺ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് പച്ചപ്പുല്ല് ഉണ്ടാവില്ല. അപ്പൊ ആ സിറ്റുവേഷനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടി സൈലേജ് മേക്കിംഗ് അന്ന് മുതലേ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈലേജ് മേക്കിംഗ് ഒന്നുമില്ല, ഈ പറയുന്ന നല്ല ഗ്രീൻ ഫോഡേഴ്സിനൊക്കെ ചോപ്പ് ചെയ്ത് ഒരു ബാരലോ അല്ലെങ്കിൽ നമ്മൾ വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യുന്ന പോലത്തെ ഒരു പിറ്റില് ഇട്ടിട്ട് അതിനെ ഫെർമെന്റ് ചെയ്യിപ്പിച്ച് അതിനെ പിന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫീഡ് ബ്ലോക്സുകളൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈലേജ് ഒക്കെ നിങ്ങൾ അതായത് സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ടാവും. ഫീഡ് ബ്ലോക്സുകളൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ചാഫ് കട്ടേഴ്സ് പോപ്പുലറൈസ് ചെയ്യാം. അങ്ങനെ ഡയറി എക്സ്റ്റൻഷൻ ആയിരുന്നു ഇൻ ടോട്ടൽ ICDP പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇത്രയും കാര്യങ്ങളൊക്കെ ICDP പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. 1964 വന്ന പ്രോഗ്രാമാണ് മിൽക്ക് പ്രൊഡക്ഷൻ ആണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ വന്നു നമ്മുടെ ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന്റെ എഫേർട്ട് എന്ന് പറയുന്നത് 1965 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു വർഷത്തിലേക്ക് മാത്രമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. 65 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ആ ഒരു സിനാരിയോയിലാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം 1966 H5BP പ്രോഗ്രാം വന്നു. ഒന്നുമില്ല, പേരിൽ പറയുന്ന പോലെ നല്ല ഉൽപാദനക്ഷമതയില്ല, ഏർലി മെച്ചുവറിംഗ് ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് ഡ്യൂറേഷൻ എടുത്ത് വളരുന്ന ടൈപ്പ് വെറൈറ്റീസ് വേണ്ട,
ഏർലി മെച്ചുറിങ്, ഫോട്ടോ ഇൻസെൻസിറ്റീവ്. അപ്പൊ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് പോലെയുള്ള ടെക്നിക്സുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു HYVP പ്രോഗ്രാമിലൂടെ നമ്മൾ പറഞ്ഞത്. പിന്നെ കൂടുതൽ നമ്മൾ റൈസ്, വീറ്റ് പോലെയുള്ള ക്രോപ്പുകളാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തത് HYVPയിൽ. അപ്പൊ അതിൽ തന്നെ ഡ്വാർഫ്, നോൺ ലോഡ്ജിങ്, ഫെർട്ടിലൈസർ റെസ്പോൺസീവ്, അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്, ട്രഡീഷണൽ ക്രോപ്സ് അല്ലാതെ മറ്റുള്ള വെറൈറ്റീസുകളൊക്കെ പ്ലാന്റ് ചെയ്യുക. പെർ യൂണിറ്റ് ഏരിയ, പെർ യൂണിറ്റ് ടൈം കൂടുതലായിട്ട് ഈൽഡ് കിട്ടുന്ന തരത്തിൽ നല്ല സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന, അതേ അറ്റ് ദ സെയിം ടൈം നല്ല റിട്ടേൺസ് കിട്ടുന്ന ടൈപ്പ് ഇതായിരുന്നു നമ്മൾ പോപ്പുലറൈസ് ചെയ്തത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം സെൽഫ് സഫിഷ്യൻസി തന്നെയായിരുന്നു. അങ്ങനെ ടാർഗറ്റ് കവറേജ് എന്ന് പറയുന്നത് സീരിയൽസിന് 2 കോടി ഹെക്ടർ ഏരിയ സീരിയൽസും മില്ലറ്റ്സും ആയിട്ട് കവർ ചെയ്യണം ബൈ 4th 5-year പ്ലാൻ എന്നുള്ളതായിരുന്നു അവരുടെ ടാർഗറ്റ്. എന്തായാലും അതിൽ സക്സസ്ഫുൾ ആയിരുന്നു നമുക്കറിയാം അല്ലെ. അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട് ഗ്രീൻ റെവല്യൂഷൻ വളരെയധികം ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം എഫക്ട് ലീവ് ചെയ്ത ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പൊ HYVP, ഗ്രീൻ റെവല്യൂഷൻ ഇതൊക്കെ കണക്റ്റഡ് ആണ്. 1966 ഹൈ ഈൽഡിംഗ് വെറൈറ്റി പ്രോഗ്രാം റൈസും വീറ്റും ആയിരുന്നു ഫോക്കസ് ചെയ്തത്. ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ ഈവൻ തോ ഞാൻ 67, 78 എന്ന് പറഞ്ഞിട്ടൊരു ടേം കൊടുത്തെങ്കിലും 65 മുതൽ എഫേർട്ടുകൾ എടുത്തു വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡയറക്ഷനിൽ. HYVP പ്രോഗ്രാം ഒക്കെ ഗ്രീൻ റെവല്യൂഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. ഇപ്പൊ MS സ്വാമിനാഥൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആക്ച്വലി നമുക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ സംഭാവന ചെയ്തത് അല്ലെ. നോർമലി ബോർലോ ആണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഇന്ത്യയില് MS സ്വാമിനാഥൻ സാർ ആണ്. അതേപോലെ തന്നെ എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേമും അദ്ദേഹം തന്നെ കോയിൻ ചെയ്തത്. പിന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്ത ആരാന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ വില്യം ഗാഡ് ആണ്. ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത് കേട്ടോ. നമുക്കറിയാം നല്ല നല്ല ഗ്രെയിൻസുകളൊക്കെ യൂസ് ചെയ്യുക, പെസ്റ്റിസൈഡ്സ്, ഇംപ്രൂവ്ഡ് മാനേജ്മെന്റ് പ്രാക്ടീസ്, ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ ബാലൻസ് യൂസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗ്രീൻ റെവല്യൂഷനിൽ പോപ്പുലറൈസ് ചെയ്തത്. എന്തൊക്കെ മെത്തേഡ്സ് നമുക്കൊന്ന് നോക്കാം. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള സീഡ്സ്, പ്രോപ്പർ ഇറിഗേഷൻ സിസ്റ്റം, ഫ്ലഡ് സിസ്റ്റം അല്ലാതെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇറിഗേറ്റ് ചെയ്യാം. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സുകൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ യൂസ്, മോഡേൺ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള രീതി, കൃഷി രീതി, അതേപോലെ തന്നെ ഫാമിംഗ് ഏരിയ എക്സ്പാൻഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഗ്രീൻ റെവല്യൂഷന്റെ ഉദ്ദേശം. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, പ്രൊഡക്ഷനിൽ ഒരു ഹൈ ഇൻക്രീസ് വന്നു. നമ്മളൊരു ക്യാപിറ്റലിസ്റ്റിക് ഫാമിംഗ് സ്റ്റൈലിലേക്ക് പോയി അല്ലെ. ഉൽപാദനം എന്നുള്ളതായിരുന്നു ഫോക്കസ്. അപ്പൊ ആ ഒരു ക്യാപിറ്റലിസ്റ്റിക് സ്റ്റൈലിലേക്ക് പോയി ഒരുപാട് വ്യക്തികൾക്ക് റൂറൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് ഒരു സ്കോപ്പ് വന്നു. ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമ്മൾ സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്തു കേട്ടോ. 78 ഒക്കെ ആകുമ്പോഴേക്ക് ഗ്രീൻ റെവല്യൂഷന്റെ ആ ഒരു പീക്ക് പീരീഡ് ആകുമ്പോഴേക്ക് നമ്മൾ ഫുഡ് ഗ്രെയിൻസിന്റെ ഒക്കെ പ്രൊഡക്ഷനിൽ നല്ലൊരു ഇതിലേക്ക് വന്നു. നമ്മൾ എക്സ്പോർട്ട് രൂപത്തിലേക്ക് ഉയർന്നു. ഇൻഡസ്ട്രീസ് ഒക്കെ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സെക്കൻഡറി സെക്ടർ ഒക്കെ ഡെവലപ്പ് ആവും അല്ലെ. ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് കാഴ്ചവെച്ചു. എക്കണോമിക് ഗ്രോത്ത് സാരമായിട്ടുള്ള രീതിയിൽ വന്നു. നമ്മുടെ ഫാമേഴ്സിന്റെ തിങ്കിങ് പ്രോസസ് ഒക്കെ മാറി അല്ലെ. കൺവെൻഷൻ ആയിട്ടുള്ള ഒരു ലഗാർഡ് സ്റ്റൈലിൽ നിന്ന് വിട്ടുമാറി അവർ കുറച്ചും കൂടെ എന്ത് ചെയ്തു, റാഷണൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. വെൽ ഇതിന് കുറെ നെഗറ്റീവ് എഫക്ട്സുകളും വന്നിട്ടുണ്ട് കേട്ടോ. അൺവെൽക്കം, നമ്മൾ അൺആന്റിസിപ്പേറ്റഡ് കോൺസിക്വൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു ഡിഫ്യൂഷൻ പഠിച്ചപ്പോൾ. പൊല്യൂഷൻ, ഇറോഷൻ ഓഫ് സോയിൽ, വാട്ടർ പൊല്യൂഷൻ, അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡും കുറച്ച് ആ ഒരു പ്രോഗ്രസീവ് നേച്ചർ ഉള്ള ഫാമേഴ്സിന് മാത്രമായിരുന്നു ഗ്രീൻ റെവല്യൂഷന് ബെനിഫിറ്റ് ഉള്ളത്. അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലും. അത് ഒരു നെഗറ്റീവ്, എല്ലാ പോസിറ്റീവ് ഇതിന്റെ കൂടെ പറയാനുണ്ടല്ലോ. അതേപോലെ ഡിസീസ് ഔട്ട്ബ്രേക്കും വളരെ പോപ്പുലർ ആയിട്ട് കാണാൻ തുടങ്ങി ഗ്രീൻ റെവല്യൂഷന് ശേഷം. ഇതൊക്കെ സബ്ജക്റ്റീവ് പോയിന്റിലാണ് വരുന്നത്. ഗ്രീൻ റെവല്യൂഷൻ 67 to 78 പീരീഡ് ആണെന്നും ഈ പറഞ്ഞ സയന്റിസ്റ്റുകളുടെ ഒക്കെ പേരുകളോ ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് എക്സ്റ്റൻഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം. ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റൻസോടെ വന്ന ഒരു പ്രോഗ്രാം ആണ് ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമ്മളിപ്പോ പല അപ്രോച്ചസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ജനറൽ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ അപ്രോച്ച്, അതായത് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവരിക, ഈ ഒരു സ്റ്റൈൽ ആയിരുന്നില്ല ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തത്. അത് പോരാ. നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ട് ക്രോപ്പ് വൈസ് നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം പോലെയുള്ള ഒരു വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ജനിക്കുന്നത്. 1973 ടർക്കിയിൽ ഒരു പൈലറ്റ് ബേസിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ 1974 ഇന്ത്യയിലേക്ക് വന്നു.
1975 നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വേൾഡ് ബാങ്ക് ഓരോ വർഷവും ഓരോ സ്ഥലത്തായിട്ട് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു ഒരു ഡെക്കേഡോളം 10 വർഷത്തോളം വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ ബ്രീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഗ്രോണമിസ്റ്റുകൾ ഗ്രീൻ റെവല്യൂഷനെ ക്ലെയിം ചെയ്യുന്ന പോലെ നമ്മളെ എക്സ്റ്റൻഷനിൽ ഏറ്റവും അധികം ഒരു ഡിഫറൻസ് കാഴ്ചവെച്ച ഒരു പ്രോഗ്രാം ആ ഒരു പീരീഡിൽ ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റം ആയിരുന്നു. ഡാനിയൽ ബെനോർ എന്ന് പറയുന്ന വേൾഡ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ആക്ച്വലി ഇത് പോപ്പുലറൈസ് ചെയ്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ, ഡാനിയൽ ബെനോർ എന്ന് പറയുന്നത്. അങ്ങനെ രാജസ്ഥാനിലെ കനാൽ ഏരിയസും മധ്യപ്രദേശിലെ ചമ്പാൽ ഏരിയയിലാണ് ആദ്യമായിട്ട് പൈലറ്റ് ബേസിസിൽ ടി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ 2 ഏരിയസിൽ ചെയ്തു. പിന്നെ കുറേശ്ശെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോവായിരുന്നു. ഇനി ഇതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ടി സിസ്റ്റം ജസ്റ്റ് പേരുകൾ ഓർത്തു വെക്കുക. എങ്ങാനും ചിലപ്പോൾ ഓപ്ഷൻ നിങ്ങൾക്ക് തരുകയാണ്, ഇതിൽ ഏതൊക്കെയാണ് ടി സിസ്റ്റത്തിൽ വരാത്തത് അല്ലെങ്കിൽ വരുന്ന എന്നുള്ള രീതി ചോദ്യം വരികയാണെങ്കിൽ അറിഞ്ഞിരിക്കണം. പ്രൊഫഷണാലിസം ആദ്യത്തെ സാലിയൻ ഫീച്ചർ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലി ആക്ച്വലി വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ വേണം കൈകാര്യം ചെയ്യാനായിട്ട് എന്നുള്ള ഒരു ഉദ്ദേശം ട്രെയിനിങ് സിസ്റ്റത്തിലുണ്ട്. ആരൊക്കെയാണോ ഇതിലത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്, എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഒക്കെ ആ ഒരു രീതിയിൽ അതിനെ ഉൾക്കൊണ്ട് ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റുകൾ കാഴ്ചവെക്കണം. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ഓറിയന്റഡ് ആയിരിക്കണം, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെ? ഇതൊക്കെ ഒരു പ്രൊഫഷണൽ വേണ്ട ക്വാളിറ്റിയാണ്. അതൊക്കെ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു ടി സിസ്റ്റം. രണ്ടാമത് പറഞ്ഞത് സിംഗിൾ ലൈൻ ഓഫ് കമാൻഡ്. അപ്പൊ നമുക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ കുറെ ആൾക്കാർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഒരു വ്യക്തി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് സിംഗിൾ ലൈൻ ഓഫ് കമാൻഡിൽ സ്ട്രെസ് ചെയ്യുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് എഫേർട്സ്, അതായത് ഇപ്പൊ നമ്മൾ ഒരു ആസ്പെക്ടിലേക്ക് മാത്രമാണ് നാരോ ഡൗൺ ചെയ്യുന്നത്. ഇപ്പം അഗ്രി ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ. ഞാനിപ്പോ ഹോർട്ടീനെ വേറെ ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്ടേഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നിച്ച് അലൈഡ് ആയിട്ട് സപ്പോസ് പോവർട്ടി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, ഇങ്ങനെ പല ഉദ്ദേശങ്ങൾ ഉണ്ടാവും. ഈ ഒരു ഐഡിയയോടെ ആയിരിക്കും പോളിസി മേക്കേഴ്സ് പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ പല കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്, ഫോക്കസ് ചെയ്യുക ഒരു ആസ്പെക്റ്റിൽ മാത്രം. അഗ്രിയാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് നാരോ ഡൗൺ ചെയ്യുക. റൈസ് ആണ് നമ്മുടെ സെലക്ടഡ് ക്രോപ്പ്, അതിന്റെ ക്രോപ്പ് പ്രൊഡക്ഷൻ, ഇതാണ് നമ്മുടെ ഫോക്കസ്. അങ്ങനെ നമ്മുടെ എഫേർട്സുകൾ ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ടൈം ബൗണ്ട് വർക്ക് എപ്പോഴെങ്കിലൊക്കെ ചെയ്യുന്നതിന് പകരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. ടൈം ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. പിന്നെ ഫീൽഡ് ആൻഡ് ഫാമർ ഓറിയന്റേഷൻ. അപ്പം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, കണക്ഷൻ വിട്ടുപോകും, അല്ലെങ്കിൽ 10-15 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അവർ മറന്നൊക്കെ പോകില്ലേ പഠിച്ച കാര്യങ്ങൾ. അത് ഒഴിവാക്കാൻ വേണ്ടി ബീറ്റ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ആരും ആയിക്കോട്ടെ അവരെന്ത് ചെയ്യണം, ഫീൽഡും ഫാമും ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ആ ഒരു ഉദ്ദേശമാണ് ഫീൽഡ് ആൻഡ് ഫാമർ ഓറിയന്റേഷനിൽ പറയുന്നത്. പിന്നെ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ട്രെയിനിങ്, സിസ്റ്റമാറ്റിക്. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോ 2-3 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ കുറേശ്ശെ മറന്നു തുടങ്ങും, അല്ലെ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ട്രെയിനിങ് ഇവർക്ക് കൊടുത്തോണ്ടേയിരിക്കണം. അത് വളരെയധികം സ്ട്രെസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ലിങ്കേജ് വിത്ത് റിസർച്ചുമായിട്ട് ലിങ്കേജ്. അപ്പൊ അവരുടെ ഫീഡ്ബാക്സുകൾ, അവരുടെ പ്രോബ്ലംസുകൾ, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് ആക്ച്വലി വലിയൊരു ശൃംഖലയായിട്ടാണ് അഗ്രികൾച്ചറിന്റെ JDS ആണ് ആക്ച്വലി പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇത് എടുക്കുന്നത്. അതിന്റെ കീഴിലായിട്ട് ADS ഉണ്ടാവും, ഈ ഭാഗത്തായിട്ടും സയന്റിസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ AOC ഈ ഭാഗത്തായിട്ടും സയന്റിസ്റ്റ്, ഇത് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ ഉണ്ടാവും. ഇതിന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഉണ്ടാവും, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്. ഇത് സംടൈംസ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ റോൾ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ അണ്ടറിലായിട്ട് കോണ്ടാക്ട് ഫാമേഴ്സിന്റെ അണ്ടറിലായിട്ട് സാധാരണ ഫാമേഴ്സ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സയന്റിസ്റ്റുകൾക്ക് മുകളിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ത്രൂ നമുക്ക് കിട്ടും. അത്തരം ഉദ്ദേശമൊക്കെയായിരുന്നു ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റത്തിലുള്ളത്. കുറച്ച് ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാന്ന് നോക്കാം. ഇത് 3 ലെവലിലായിട്ടാണ് നടക്കുന്നത്.
ടോപ്പ് ലെവലിൽ നമുക്ക് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ്. രണ്ടാമത്തെ ലെവലിൽ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കർ. മൂന്നാമത്തെ ലെവലിൽ നമുക്ക് കോണ്ടാക്ട് ഫാമർ. അങ്ങനെ 3 ലെവലിലായിട്ടാണ് നടക്കുന്നത്. ഞാൻ പിരമിഡ് ഫോമിലേക്ക് വരയ്ക്കാം. SMS, വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കർ, കോണ്ടാക്ട് ഫാമർ. ഇപ്പൊ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുകളാണുള്ളത്. അവർക്ക് മന്ത്ലി സോണൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അതായത് ഒരു മാസം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ഈ പറയുന്ന സയന്റിസ്റ്റുകൾക്ക് കിട്ടും. ഇവ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് മന്ത്ലി സോണൽ വർക്ക്ഷോപ്പിലൂടെ കിട്ടും. അവിടെ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, പല ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, റെക്കമെൻഡേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടും. ഇവരത് എന്ത് ചെയ്യുന്നു, അടുത്തൊരു ദിവസം ഇവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് ഈ പറയുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന് ഒരു ദിവസം ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് വരുന്നു, ഒരു ദിവസം ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, ഒരു ക്ലാസ്. അപ്പൊ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന് 2 ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഒരു മാസം 2 ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നു, മാസത്തിൽ ഒരിക്കലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. 2 ദിവസം നിൽക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പൊ 2 ആഴ്ചത്തേക്ക് വേണ്ടി, അതായത് 2 ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കണ്ടന്റും ഇവർ പഠിക്കുന്നു. ഇവര് 2 ക്ലാസ്സുകളായിട്ട് വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ കോണ്ടാക്ട് ഫാമേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ഫാമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഫോർട്ട് നൈറ്റ്ലി സെഷൻ ആണ് അവർക്കുള്ളത്. അതായത് ഫോർട്ട് നൈറ്റ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ. അപ്പൊ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ് കിട്ടി, അടുത്ത ക്ലാസ് 2 ആഴ്ച, ആ ഒരു രീതിയിൽ. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത്. അപ്പൊ അവരുടെ പ്രൊഫഷണൽ സ്കിൽസ് ഒക്കെ അവർക്ക് വർദ്ധിപ്പിക്കാം. ഈ SMS ആക്ച്വലി നമ്മുടെ AOs അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിലിട്ട് ഒരു ലിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിസർച്ചേഴ്സുകൾ ഉണ്ട്, ആ റിസർച്ചേഴ്സ് ആണ് SMSകൾക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു മാസ്റ്റർ ട്രെയിനർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ സയന്റിസ്റ്റുകൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് മാസ്റ്റർ ട്രെയിനർ. അപ്പൊ ആ റിസർച്ചേഴ്സും വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു ലിങ്ക് ആയിട്ടാണ് നമ്മുടെ SMSകൾ ആക്ട് ചെയ്യുന്നത്. അവരുടെ ജോബ് റോൾ എന്താണ്, നമ്മുടെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് അഥവാ AOസിന് ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളത്. വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് നമ്മുടെ ഈ SMSും കോണ്ടാക്ട് ഫാമേഴ്സിന് നടുക്കായിട്ടാണ് ഉള്ളത്. അത് നമ്മൾ ഈ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കി. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. ആരെ, കോണ്ടാക്ട് ഫാമേഴ്സിന്. അപ്പൊ ഈ കോണ്ടാക്ട് ഫാമേഴ്സിന് അങ്ങനെ മൊത്തത്തിൽ തക്കല്ല, ഈ കോണ്ടാക്ട് ഫാമേഴ്സ് നമ്മൾ ഒരു 8 ഗ്രൂപ്പായിട്ട് തിരിച്ചു കേട്ടോ. 8 ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചു. ഓരോ ഗ്രൂപ്പിലും ഒരു 10 ഫാമർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഓരോ ഗ്രൂപ്പിനും ആക്ച്വലി ഓരോ ദിവസം, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസം, അടുത്തൊരു സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്ക് മറ്റൊരു ദിവസം, ആ ഒരു രീതിയിൽ നമ്മൾ ഡേയ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കോണ്ടാക്ട് ഫാമേഴ്സ് എന്ന് പറയുന്നതാണ് ലോവർ ലെവലിലുള്ളത്. അവർക്ക് ഒരു ഫോർട്ട് നൈറ്റ്, അതായത് 2 ആഴ്ച കൂടുന്ന സമയത്ത് ഒരു ദിവസമാണ് ക്ലാസ് ഉള്ളത്. ഇവരാണ് ആക്ച്വലി നമ്മുടെ സാധാരണ കർഷകരും അതേപോലെ തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന്റെ ഇടയിൽ ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇവർക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ മറ്റുള്ള ഫെല്ലോ ഫാമേഴ്സ് സുഹൃത്തുക്കളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ സയന്റിസ്റ്റുകളുണ്ട്, അതായത് SMSകളുണ്ട്, വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഉണ്ട്, കോണ്ടാക്ട് ഫാമേഴ്സ് ഉണ്ട്. 3 ലെവലില് ആരാരുടെ ഇടയിൽ ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം വരാം. ക്ലാസ്സുകള് കുറച്ചും കൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഇവരുടെ ഷെഡ്യൂൾ കൂടെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കർ എന്ത് ചെയ്തു, 8 ഗ്രൂപ്പായി തിരിച്ചു എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇതാണ് ഗ്രൂപ്പുകൾ: G1, G2, G3, G4, G5, G6, G7, G8. അങ്ങനെ പറഞ്ഞ് ആഴ്ചയിൽ 4 ദിവസം, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഈ ഗ്രൂപ്പില് G1 ഒരു ലൊക്കാലിറ്റി നിന്നുള്ള ആൾക്കാർ 10 പ്രോഗ്രസീവ് ഫാമേഴ്സ് അല്ലെ 10 കോണ്ടാക്ട് ഫാമേഴ്സ് ഈ ഗ്രൂപ്പിലുണ്ട്. ട്യൂസ്ഡേ അടുത്ത 10 കോണ്ടാക്ട് ഫാമേഴ്സിന് ക്ലാസ് കൊടുക്കുന്നു. വെനസ്ഡേ അതുപോലെ, തേഴ്സ്ഡേ അതുപോലെ തന്നെ. പിന്നെ എന്ത് ചെയ്യുന്നു, അതായത് എന്തൊക്കെയാണ് നടന്നത് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു റിവ്യൂ, ഒരു അവലോകനം നമുക്ക് വേണമല്ലോ. സാറ്റർഡേ സൺഡേ പിന്നെ നമ്മുടെ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സിന് ഒരു ഹോളിഡേ കൊടുക്കണം. കാര്യം ഇത്രയും ദിവസം ഫീൽഡിൽ പോയിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് എടുത്ത് കൊടുക്കുകയാണ് അവര്.
അടുത്ത മൺഡേ പിന്നെയും അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് G5 ഗ്രൂപ്പ് 5 ക്ലാസ് എടുക്കുന്നു, G6, G7, G8. പിന്നെ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് വീക്കിലേക്കുള്ള കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഷോർട്ട് ആയി അല്ലേ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? അതിനു വേണ്ടി അവര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. ആ ട്രെയിനിങ് ആര് ഓർഗനൈസ് ചെയ്ത് തരുന്നത്? നമുക്ക് SMS ഓർഗനൈസ് ചെയ്ത് തരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. പിന്നെയും സാറ്റർഡേ സൺഡേ ഹോളിഡേ. ഇതിൽ കിട്ടിയിരിക്കുന്ന വിഷയം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ആഴ്ച ഇതേ രീതി. അപ്പൊ വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഈ ഒരു രീതിയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കർഷകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവരെന്നിട്ട് ആ ട്രാക്കില് പെസ്റ്റോ ഡിസീസോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആലോചിച്ച് നിൽക്കാനുള്ള ഒരു സമയമില്ല. അതിനു മുന്നേ പ്രിക്കോഷണറി മെഷേഴ്സ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട ആഫ്റ്റർ മെഷേഴ്സുകൾ, ഇങ്ങനെ നമ്മൾ വളരെയധികം ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള രൂപത്തിൽ പോയപ്പോൾ നമുക്ക് സാരമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാൻ മതി. നമ്മുടെ ഗ്രാഫ് ആക്ച്വലി മുകളിലേക്ക് പോയി. അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ പ്രചോദനം കിട്ടി, അവരത് ഫോളോ ചെയ്യാൻ തുടങ്ങി, അവർ നമ്മുടെ സിസ്റ്റത്തിന് കൂടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു 10 വർഷത്തോളം വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോയി. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? വേൾഡ് ബാങ്കിനെ തുടർന്ന് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല. അതോടെ മെല്ലെ 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 ട്രെയിനിങ് ആൻഡ് റിസർച്ച് സിസ്റ്റം അതിന്റെ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പീരീഡ് എൻഡ് ചെയ്തു. ഇതാണ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സിസ്റ്റം. ക്ലിയർ ആയോ? ട്രെയിനിങ് ആൻഡ് റിസർച്ച് സിസ്റ്റം എന്താണെന്ന്? സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ്, വില്ലേജ് എക്സ്റ്റൻഷൻ വർക്ക്, കോണ്ടാക്ട് ഫാമർ. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കർ എന്ന് പറയുന്നത് എത്ര ഫാമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു? നമുക്ക് വരുന്ന ചോദ്യം ഇങ്ങനെയാണ്, എത്ര ഫാമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു? ഡൗട്ടായി അല്ലേ? കാര്യം ഞാനിവിടെ കോണ്ടാക്ട് ഫാമേഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്, സാധാരണ ഫാമേഴ്സിനെ കുറിച്ചല്ല. അപ്പൊ ഓരോ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്നാ ഞാൻ പറഞ്ഞത്? 10 പേരുണ്ടെന്ന് പറഞ്ഞു. 10 കോണ്ടാക്ട് ഫാമേഴ്സ്. ഈ 10 കോണ്ടാക്ട് ഫാമേഴ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 10 ആൾക്കാരോട് പറയാം. ഇപ്പൊ ഞാൻ ഒരു കോണ്ടാക്ട് ഫാമർ ആണെന്ന് വിചാരിക്കാം. ഞാനൊരു 10 ആളോട് പറഞ്ഞു. അതുപോലെ വേറെ ഒരു കോണ്ടാക്ട് ഫാമർ ഉണ്ട് അല്ലെ? ഇതെല്ലാം ഞങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ഫാമേഴ്സ് ആണ് കേട്ടോ. ഇവരെല്ലാവരും കോണ്ടാക്ട് ഫാമേഴ്സ് ആണ്. ഈ ആൾക്കാരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇവരൊരു 10 പേരോട് പറഞ്ഞു, ഇവരൊരു 10 പേരോട് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്ച്വലി 100 പേരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? 10 × 10 100 പേര് വരുന്നുണ്ട്. ശരിയാണല്ലോ? അതേപോലെ തന്നെ ട്യൂസ്ഡേ ഉള്ള ഗ്രൂപ്പും 100 പേരോട് പറയുന്നുണ്ട്. വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ മൊത്തം എത്ര പേരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്? 800 പേരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ 800 പേരിലേക്ക് എത്തിക്കാനായിട്ട് പോസിബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ 800 പേരിലേക്ക് നമ്മളുടെ ഇൻഫർമേഷൻ എത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ട്രെയിനിങ് ആൻഡ് വിസിറ്റ് സിസ്റ്റത്തിന്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ആക്ച്വലി ഹില്ലി ഏരിയാസിലൊക്കെ 1:250 എന്നുള്ള രീതിയിലും ഇറിഗേറ്റഡ് ഏരിയാസിൽ 1:500 എന്നുള്ള രീതിയിലും ജനറലൈസ് ചെയ്തിട്ട് 1:800 എന്നുള്ള രീതിയിൽ ആസൂത്രണം ചെയ്താണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടാർഗറ്റ് വെച്ച് കൊടുത്തപ്പോഴും നമുക്ക് ഏകദേശം ഒരു 800 കർഷകരെ കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ജനറലി നിങ്ങളോട് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ് എത്ര പേരിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം വരാണെങ്കിൽ 1:800 എന്നുള്ളതാണ് റേഷ്യോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? 8 ഗ്രൂപ്പ് ഉണ്ട്. 8 ഗ്രൂപ്പിൽ 10 കോണ്ടാക്ട് ഫാമേഴ്സ് ഉണ്ട്. 10 വെച്ച്. ഓക്കെ. അടുത്ത പ്രോഗ്രാം നാഷണൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്ട്. 1983 വന്നൊരു പ്രോഗ്രാം ആണ് നാഷണൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്ട്. അതായത് നമ്മുടെ എക്സ്റ്റൻഷൻ സിസ്റ്റം, റിസർച്ച് സിസ്റ്റം, എക്സ്റ്റൻഷൻ സിസ്റ്റം തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും ആ ഗ്യാപ്പിന്റെ ഇടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കാം. ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വെൽ ഡെവലപ്ഡ് റിസർച്ച് സിസ്റ്റം ആൻഡ് എക്സ്റ്റൻഷൻ സിസ്റ്റം. അങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ടെക്നോളജി ഒക്കെ വേഗം ട്രാൻസ്ഫർ ആകും അല്ലെ? ആ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്ട് വന്നത്. ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്, പ്രൊഡക്ഷൻ കൂട്ടുക, പ്രോസ്പെരിറ്റി കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവരെന്ത് ചെയ്തു? ആദ്യം പ്രിലിമിനറി അസസ്മെന്റ് നടത്തി. പ്രിലിമിനറി അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ക്ലാസ്സിനെ പറ്റി ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ആ വിഷയത്തെ പറ്റി നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഫോം തരുന്നു, അതിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ഇതിനൊന്നും ഉത്തരം അറിയില്ല. അതവിടെ വാങ്ങി വെക്കുന്നു. അതാണ് പ്രിലിമിനറി അസസ്മെന്റ്. നമ്മുടെ സിനാരിയോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതേ പേപ്പർ നമുക്ക് തരുമ്പോൾ അത് നമ്മുടെ
അസസ്മെന്റ് ആയി അല്ലെ, ക്വിസ് പോലെ നമ്മുടെ എത്രത്തോളം നമ്മൾ അതിലൂടെ നോളജ് കിട്ടി എന്നുള്ളത്. അപ്പൊ NEP ആദ്യം പ്രിലിമിനറി അസസ്മെന്റ് കണ്ടക്ട് ചെയ്തു. ഓരോ സ്റ്റേറ്റിലും അവർക്ക് ആവശ്യമുള്ള എക്സ്റ്റൻഷൻ നീഡുകൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇൻ ഡെപ്ത് ആയിട്ട് അതിനെ റിവ്യൂ ചെയ്തു, വിലയിരുത്തി കൺസ്ട്രെയിൻസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട്, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊപ്പോസൽസുകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നാഷണൽ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൽ വന്നത് കേട്ടോ, 1983. ഇനി അടുത്തത് നമുക്കറിയാം, ഓയിൽ സീഡ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെ. 1986 മാത്രമല്ല, ഇപ്പോഴും ഓയിൽ സീഡ്സ് അല്ലെങ്കിൽ ഓയിൽ സീഡ്സിന്റെ പ്രൈസ് ഹൈക്ക് നമ്മളെല്ലാവരും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും എക്കണോമിക്സിൽ അല്ലെ. അപ്പൊ നമുക്ക് ഇൻഫ്ലേഷൻ ആക്ച്വലി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടാർഗറ്റ് ആണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ വളരെയധികം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ടെക്നോളജി മിഷൻ ഓൺ ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ സീഡ്സിന്റെ ഉൽപാദനം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അന്ന് മുതലേ എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. അന്നും ആക്ച്വലി ഇമ്പോർട്ട്സിനെ ഒരുപാട് അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെക്നോളജി മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കൊടുത്ത സ്പെഷ്യൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, ഓയിലിന്റെ പ്രൊഡക്ഷൻ ആക്ച്വലി ഓയിൽ, എഡിബിൾ ഓയിലും നോൺ എഡിബിൾ ഓയിൽസിന്റെയും പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് വരണം. ഇമ്പോർട്ട്സിനെ കഴിയുന്നതും മിനിമൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ വളരെയധികം സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ നല്ല നല്ല ഡെവലപ്മെന്റ് മെഷേഴ്സുകളൊക്കെ സജസ്റ്റ് ചെയ്തു. ബാങ്കിങ് സെക്ടറും സയന്റിഫിക് സെക്ടറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തു. മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അപ്പൊ ക്രോപ്പ് ടെക്നോളജി, അതിൽ ഇംപ്രൂവ്മെന്റ്, അതിൽ കുറെ റിസർച്ച് വർക്കുകൾ ചെയ്തു. അതേപോലെ തന്നെ ഫാമേഴ്സ് ഇതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പോപ്പുലറൈസിങ് എഫേർട്ടുകളൊക്കെ എടുത്തു. പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി, നമുക്കറിയാം നമ്മുടെ ഓയിൽ പാമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്ച്വലി ഒരു അതിനൊക്കെ അതിന്റെ ഓയിലിന്റെ റാൻസിഡിറ്റി, ടേസ്റ്റ് ഇതൊക്കെ മാറും, ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനൊക്കെ പ്രോസസ് ചെയ്യണം. അപ്പൊ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി വേണം. അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്കും ഇതുപോലെയുള്ള സപ്പോർട്ടുകളൊക്കെ വേണം പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യാനായിട്ട്. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് ടെക്നോളജി മിഷൻ ഓൺ ഓയിൽ സീഡ് വന്നത് കേട്ടോ. അപ്പൊ എഡിബിളും നോൺ എഡിബിൾ ഓയിൽസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ, ഇമ്പോർട്ട്സ് മിനിമൈസ് ചെയ്യുക, എല്ലാ സെക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെ ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു TMOയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത സ്കീം സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. STRYയും STSYയും അടുത്തടുത്ത് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാൻ പാടില്ല കേട്ടോ. ഒന്ന് സ്വർണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന, ഒന്ന് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താ, ജോലി എന്നാണ് അല്ലെ അർത്ഥം. അപ്പൊ ഈ പറയുന്ന എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം 1993 വന്ന എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമും ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം ഉണ്ട് കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീം അല്ല, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡിൽ കൊടുക്കാൻ തീരുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും GKY ഒക്കെ സ്കിപ്പ് ചെയ്തില്ലേ, അതേപോലെയുള്ള ഒരു സ്കീമാണെന്ന് മാത്രം ഓർത്തു വെക്കുക. ജവഹർ ഗ്രാമ സമൃദ്ധി യോജന, ഈ രണ്ട് സ്കീമിനെയും കൂടെ ക്ലബ് ചെയ്ത് STRY എന്ന് പറയുന്ന പേരിൽ 2001 മുതൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ആ STRYനെ മെർജ് ചെയ്താണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെർജ് ചെയ്ത് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു? NREPയും RLEGPയും കൂടെ ക്ലബ് ചെയ്തിട്ട് JRY, പിന്നെ STSY സ്കീം, കുറെ സാധനങ്ങൾ വന്നു അല്ലെ അതിലേക്ക്. IRDP, ട്രൈസം, ടൗക്ര അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ STSYന്റെ അണ്ടറിലേക്ക് കയറി. STRYയിലാണെങ്കിൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമും JGSY. ഏതൊക്കെ പ്രോഗ്രാം ആണ് ക്ലബ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം വന്നെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തു പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വന്ന വർഷങ്ങൾ ഓർത്തു വെക്കാം കേട്ടോ, എപ്പോഴാണ് ഈ മേർജ് ചെയ്തതെന്നുള്ളതും ഓർത്തു വെക്കാം. അതിനുശേഷം പിന്നീട് ഈ സ്കീമുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല. അപ്പോൾ അഡീഷണൽ എംപ്ലോയ്മെന്റും ഫുഡ് സെക്യൂരിറ്റിയും റൂറൽ ഏരിയസിൽ എൻഷുർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന വന്നത്. ഡ്യൂറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അസറ്റുകൾ കൊണ്ടുവരാം, സോഷ്യൽ ആയിക്കോട്ടെ എക്കണോമിക് അസറ്റ്സുകളൊക്കെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനും മുൻതൂക്കം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു STRY സ്കീമിന്റെ ഉദ്ദേശം. അപ്പൊ STSYയും STRYയും മാറിപ്പോകരുത്. ഒന്ന് സമ്പൂർണ്ണയാണ്, ഒന്ന് സ്വർണ ജയന്തിയാണ് കേട്ടോ. അത് ഓർത്തു വെക്കാം. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന 2001-2 പീരീഡിലായിട്ടാണ് വന്നത്. അടുത്തത് MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. STRY സ്കീമിനെ പറ്റി നമ്മൾ പറഞ്ഞു.
അത് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമായിരുന്നു. പക്ഷെ എവിടെയോ ഒരു 100 ദിവസത്തിന്റെ വേജ് എംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞില്ലേ? ചെറുതായിട്ട് നമുക്ക് തൊഴിലുറപ്പിന്റെ കാര്യം ഓർമ്മ വന്നോ അത് കേട്ടപ്പോ? എന്നാ തൊഴിലുറപ്പ് പ്രോഗ്രാമിന്റെ ഒരു മുൻതൂക്കം അല്ലെ, സോറി, ഒരു മുന്നോടിയായിട്ട് ആക്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു എംപ്ലോയ്മെന്റ് അഷുറൻസ്. പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി അല്ല കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതി എന്ന് വിളിക്കാനായിട്ടില്ല. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, NRGA, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറഞ്ഞ 2005-6 ഒരു പ്രോഗ്രാം വന്നു. അതിലാണ് ആക്ച്വലി ഈ പറയുന്ന 100 ദിവസം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന രൂപത്തിൽ ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ഇതാണ്. ഈ 100 ദിവസത്തെ വേജ് എംപ്ലോയ്മെന്റ് ഓരോ ഹൗസ് ഹോൾഡിലുള്ള ആൾക്കാർക്ക് ഒരു വർഷം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ ഒരു പ്രോഗ്രാം ആയിട്ട് ഇറക്കി. പിന്നീട് October 2, 2009 ആയപ്പം NREGA കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ട് MGNREGA എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ആ പേരാണ് പറയുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നാണ് പേര്. അപ്പൊ NREGA വന്നത് 2005-6 MGNREGA ആയിട്ട് അതിനെ അല്ലെങ്കിൽ അത് മാറിയത് 2009. ഇവിടെ മുതലാണ് ശരിക്കും പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് അതിനെ കണക്കാക്കുന്നത്. അതുവരെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കടക്കുന്ന ആ ഒരു ഡ്യൂ പ്രോസസ്സിലായിരുന്നു. MGNREGA ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം 2009 മുതലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ NREGA 2005-6 എന്ന് പറയുന്നത് അതിന്റെ തുടക്കം കുറിച്ചത് അങ്ങനെയാണ്. പേര് മാത്രമാണ് കേട്ടോ 2009 വന്നത്. പ്രോഗ്രാം ആക്ച്വലി ഓൺ ആയത് 2005-6 മുതലാണ്. നിങ്ങൾ ഓപ്ഷൻ വരുമ്പോ പേരുകൾ നോക്കുക കേട്ടോ. പേരുകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഇൻ ജനറൽ ഇനി നിങ്ങളോട് MGNREGA പ്രോഗ്രാം എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററിയിലുള്ള പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയാ. ജനറലി അതിന്റെ ഉത്തരം 2005-6 എന്നാണ് കേട്ടോ. പേര് മാറ്റിയത് മാത്രമാണ് 2009. ഞാൻ എടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ, കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം.